ഏകനായി തീർന്നതിൽ ദുഃഖമേയൂഴി ഏറെ സഹിച്ച എൻ ദിവ്യനാഥ, ഏറുന്ന ദുഃഖത്തിൽ പതറാതെ ഞാനെന്നും എല്ലാം ക്ഷമിക്കുവാൻ കൃപയരുൾക. ഏകനായി തീർന്നതിൽ ദുഃഖമേയൂഴിയിൽ ഏറെ സഹിച്ച എൻ ദിവ്യനാഥ. ജീവന്റെയും മരണത്തിന്റെയും പരിശുദ്ധാത്മാവുമായ എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയോടന്തിമവിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ലവരൊത്തു ഫലം ആകേ. ആകാശഭൂമിയും ഭൂതലവും താവകമല്ലോ കർത്താവേ, ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുദ്ധിൽ ചേർക്കണമേ. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. മഹനീയമായ നിന്റെ ദൈവത്തിന് സഹായിക്കുമാറാകട്ടെ. നാഥൻ പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വര. ആകാശത്തിലും ഭൂമിയിലും സ്വർഗ്ഗനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഹൃദയം ഗമമാ വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. മഹിതാശീർത്തൻ പരിപാവനമാ ബലികൾ പോലെ
തിരുസന്നിധിയിൽ ചെയ്തൊരു തപമാ ബലിപോൽ നാഥ അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. ാകുവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രയിപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസൻ ജോർജ് അച്ഛനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, നിന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ആദ്യം പ്രതീക്ഷിച്ച മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർത്തിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്ത് വേർപിരിഞ്ഞു പോയി ബഹുമാനപ്പെട്ട ജോർജ് അച്ഛന്റെ ആത്മാവിനെ വിശുദ്ധയുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മടവറിലേക്ക് നയിക്കുവാനായി വനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിക്കാത്തതുമായ ദിവ്യാന്തത്തിലേക്ക് ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവളെന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടി പുകഴ്ത്തുവാൻ നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കലകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിടുന്നു. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ, നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിടുന്നു. ഭൂതലമൊരു സത്രം മാത്രം, സ്വർലോകമല്ലോ നിത്യഗേഹം. ഈ ഭൂതലമൊരു സത്രം മാത്രം,
സ്വർലോകമല്ലോ നിത്യഗേഹം. മരണമീ മണ്ണിലെ അന്ത്യനിദ്ര വിണ്ണിലുണർന്നീടും പുണ്യനിദ്ര. മരണമീ മണ്ണിലെ അന്ത്യനിദ്ര വിണ്ണിലുണർന്നീടും പുണ്യനിദ്ര. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ. ജീവിതമൊരു തീർത്ഥയാത്ര, നിത്യത തേടും പുണ്യയാത്ര. ഈ ജീവിതമൊരു തീർത്ഥയാത്ര, നിത്യത തേടും പുണ്യയാത്ര. നിത്യജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം, ആത്മാവിൽ ദൈവീക മുദ്ര വേണം. നിത്യജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം, ആത്മാവിൽ ദൈവീക മുദ്ര വേണം. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ. ഉണർന്നിരിക്കൂ നിത്യവും നീ. ഉണർന്നിരിക്കൂ നിത്യവും നീ. സിസ്റ്റേഴ്സ്, സ്നേഹധന്യ സഹോദരി സഹോദരന്മാരെ, പഠന കുർബാന ഏതാണ്ട് 20 വർഷക്കാലം ഹിബിയാരി ഭൂമിയിൽ സന്തോഷത്തോടുകൂടി വസിക്കുവാനായിട്ട് അവരുടെ ജോലിസിന് സാധിച്ചിട്ടുണ്ട്. 90 വർഷക്കാലത്തെ ജീവിതത്തിൽ കോട്ടയം അതിരൂപതയ്ക്കും വിവിധ സ്ഥലങ്ങളിലുമൊക്കെ തൻ്റെ യജമാന പ്രവർത്തനം നടത്തുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അവസാനം ഏതാണ്ട് 20 വർഷക്കാലം വിശ്രമ ജീവിതം നയിച്ച ഈ ഭവനത്തോട് യാത്ര പറയുമ്പോൾ ഈ ഭവനത്തിൻ്റെ അന്തിമോപചാരാർപ്പിക്കുന്നതിനായിട്ട് ഒരു ബാലകുമാരപ്പെട്ട ചേർത്ത് നമ്മെ വേർപിരിഞ്ഞ് സ്വർഗയാത്ര ചെയ്ത് കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട മണ്ഡലൂർ ജോർജന് സ്നേഹപരമായ യാത്രയെ നൽകുക. ദൈവസമക്ഷത്തെ സമർപ്പിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കോട്ടയം രൂപതയിലെ വൈദികരിലെ ഓർഡിനേഷൻ്റെ സീനിയർ മോസ്റ്റായിട്ടുള്ള ആളാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. അതേസമയം പ്രായത്തിലേക്ക് വരുമ്പോൾ 3-4 മാസത്തെ ഇളവിൻ്റെ പേരിൻ്റെ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ളതായിട്ടുള്ള ഒരു അവസ്ഥയിൽ
തൻ്റെതായ ജീവിതം 89 വർഷം പൂർത്തിയാക്കിക്കൊണ്ട് അദ്ദേഹം കടന്നു പോവുകയാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള അവസ്ഥകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ 1.5 മാസമായിട്ട് വീണ്ടും അത് വർദ്ധിച്ച് വന്നപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് അച്ഛനുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ സിസ്റ്റർ ശുഭയുടെയും ഞങ്ങളുടെ സഹായി മാത്യുവിൻ്റെയും ഒക്കെ ഷിജുവിൻ്റെയിലെ ദൈവത്തിൽ അച്ഛനെ ആശ്വാസം ലഭിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ആശ്വാസം സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് രോഗം മൂർച്ഛിക്കുകയും അവസാനം അവരുടെ പിതാവ് അദ്ദേഹത്തിന് രോഗീലേപനം കൊടുത്തു. അദ്ദേഹം രോഗീലേപനം വളരെ സന്തോഷത്തോടും സുഖത്തോടും കൂടി സ്വീകരിക്കുകയും ചെയ്തു. അതിൻ്റെ ഏതാനും ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വേർപാട് സംഭവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുമ്പോൾ ഏറ്റവും ശാന്തമായിട്ടൊരു മരണം. അതായത് നോക്കി നിൽക്കുന്നവരെ അച്ഛൻ മയങ്ങുകയാണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ അത്രയും ശാന്തമായിട്ടുള്ള ഒരു മരണമാണ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായത്. അച്ഛനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം തൻ്റെ പൗരോഹിത്യ ജീവിതത്തെ ഏറ്റവും അധികം സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു. ഒരു പുരോഹിതൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. പുരോഹിതനെ ജീവിക്കുന്നതിൽ അദ്ദേഹത്തിന് വളരെ സന്തോഷമായിരുന്നു. അങ്ങനെയുള്ള അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ റിട്ടയർ ചെയ്തതിന് ശേഷവും അദ്ദേഹം തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകൾ ചെയ്ത് തുടർന്നുകൊണ്ടിരുന്നു. ഇടവകളിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടും അല്ലെങ്കിൽ കുംസാരണക്കാരനായിട്ടും ഇങ്ങനെ ഈ രീതിയിലൊക്കെ വളരെയധികം പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഓർക്കുന്നു, ഞാനും ആയിരുന്നപ്പോൾ ഞാൻ അച്ഛനെ ബഹുമാനപ്പെട്ട അച്ഛനെ ഉടവൂർക്കും കിടങ്ങൂരും പുതുവേലിലുമൊക്കെ വളരെ പല പ്രാവശ്യം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടും അല്ലാതെയും ക്ഷണിച്ചിട്ടുണ്ട്. സന്തോഷം അദ്ദേഹത്തെ അത് സ്വീകരിക്കുകയായിരുന്നു. അത് മറ്റച്ഛന്മാർ തന്നെ ചെയ്യുകയായിരുന്നു. പ്രത്യേകത എന്ന് പറയുമ്പോൾ അച്ഛനെ ഓരോ ഇടവകയിൽ ചെന്നാൽ ഒരു മാസമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഒരു ആഴ്ചയായിക്കൊള്ളട്ടെ 2 ദിവസമായിക്കൊള്ളട്ടെ അവിടുത്തെ ഇടവക്കാരുമായിട്ട് വളരെ അധികം ബന്ധം പുലർത്തിക്കൊണ്ട് വളരെ സ്നേഹം എല്ലാവരുമായിട്ട് പിടിച്ചുകൊണ്ട് നല്ല സൗഹൃദം കാത്തുകൊണ്ട് പോകുന്ന വ്യക്തിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം എപ്പോഴും തിരിച്ചു പോയി കഴിയുമ്പോഴും അദ്ദേഹത്തെ ആൾക്കാരുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ട് പോരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അങ്ങനെയുള്ളതായ ഒരു രീതിയിൽ അദ്ദേഹത്തിൻ്റെതായ പൗരോഹിത്യ ജീവിതത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തെ പറയുമ്പോൾ അദ്ദേഹം ഒരു കലാസ്നേഹിയായിരുന്നു, ഒരു കലാപ്രേമിയായിരുന്നു. സിനിമയും സംഗീതവും ഒക്കെ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. ഞങ്ങളെയൊക്കെ ഇടയ്ക്ക് പഴയ പാട്ടുകളൊക്കെ ഞങ്ങളെ പാടി കേൾപ്പിക്കുമായിരുന്നു. തന്നെയുമല്ല, നമുക്കറിയാം അദ്ദേഹം കടാപ്പുറം എന്ന സിനിമയിലെ ഒരു താരം തന്നെയായിരുന്നു. അങ്ങനെ ആ രീതിയിൽ തന്നെ പല രീതിയിലും അദ്ദേഹം ആ പ്രവർത്തിച്ചുണ്ടായിട്ടുണ്ട്. അതേസമയം അദ്ദേഹം നല്ല കാര്യങ്ങളിലൊക്കെ സഹകരിച്ചു പോന്നിരിക്കുന്ന ആളാണ്. ഞാൻ ഓർക്കുകയാണ്, പുതുവേലി പള്ളിമുറി പണിതപ്പോൾ ഞാൻ അച്ഛൻ്റെ കോൺട്രിബ്യൂഷൻ ചോദിച്ചു ചെന്നപ്പോൾ അദ്ദേഹം ഞാൻ ഉദ്ദേശിച്ചതിൽ കവിഞ്ഞ വളരെ വലിയ തുകയാണ് അദ്ദേഹം നൽകുകയുണ്ടായത്. അങ്ങനെ നല്ല കാര്യങ്ങൾക്ക് സഹകരിച്ചു പോകുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തെ ആ രീതിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെതായ ജീവിതത്തിൽ മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് പോകുന്നു. ഇന്നിപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷകരമായ രീതിയിൽ മുമ്പോട്ട് പോകുവാൻ സാധിക്കുകയാണ്. ഇന്നിപ്പോൾ അദ്ദേഹത്തെ നമുക്കറിയാം, അദ്ദേഹത്തെ കൊണ്ടുപോകാനായിട്ട് ആഘോഷമായി കൊണ്ടുപോകാൻ അദ്ദേഹത്തെ ഇടവക്കാരിലെ ഭൂരിഭാഗവും തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജോർജ് അച്ഛ, ഇത്രയും നാൾ ഈ ബിയാനി ഹോമിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കഴിയുകയായിരുന്നു, സന്തോഷമായിട്ട് കഴിയുകയായിരുന്നു. ഇന്നിപ്പോൾ അച്ഛൻ ഞങ്ങളെ വേർപിരിഞ്ഞ് പോകുന്ന അവസരത്തിൽ അച്ഛനെ ഞങ്ങൾ യാത്രയാക്കുമ്പോൾ നമുക്ക് വീണ്ടും കാണാമെന്നുള്ളതായ ഒരു പ്രത്യാശ നമുക്കുള്ളത്. നമ്മൾ ഒരുമിച്ച് കാണും. നമ്മൾ ഇനി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്നത് വരെ അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെയുള്ള ബിയാനി ഹോമിലെ ഓരോ അംഗത്തിൻ്റെയും പ്രാർത്ഥനയും സ്നേഹവും ആദരവുമില്ല അദ്ദേഹം അങ്ങേക്ക് അർപ്പിക്കുകയാണ്. ഈ സ്നേഹാദരവ് സ്വീകരിച്ചുകൊണ്ട് അങ്ങ് യാത്രയാവുക. ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്ന നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതീക്ഷയാൽ നിന്റെ ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, നിന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധിനാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ല വരത്തു വലം ഭാഗേ
ആകാശഭൂമി നിന്റേതാകുന്നു, ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവരും നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ രൂപായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.
അമ്പേൽമാരാ El besmayad kare vauda Bhai manusa Nambadhiya അഗാധന് ഞാൻ വിളിക്കുന്നു എന്റെ പ്രാർത്ഥന ക്ഷമിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുനരുജ്ജീവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുനരുജ്ജീവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങേ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രയം ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദമകരയുമായി നീതിയുടെ ദിവസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോർജ് അച്ഛനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ ഒരു കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ, നിന്റെ കുരിശിന്റെ ദൈവദൂതന്മാരുടെ കമ്പനിയോടും കൂടെ വാനമേഖലയിൽ പ്രത്യക്ഷനാവുകയും സ്വർഗരാജിൽ വാതിലിൽ തുറക്കപ്പെടുകയും മരിച്ചവരുടെ രക്ഷരായ കപടങ്ങൾ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന മഹത്വപൂർണമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൻ്റെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജിലേക്ക് ഞങ്ങളുടെ പ്രിയ സഹോദര വൈദികൻ ജോർജ് അച്ഛനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട കാവിലച്ഛനും പിയാനിഹോമിലെ പ്രിയപ്പെട്ട അച്ഛന്മാർക്കും പ്രത്യേകമായ നന്ദി സിസ്റ്റേഴ്സിനും അറിയിക്കുന്നു. പുതുവലിയിടവയുടെ പേരിലുള്ള പ്രാർത്ഥനയും നന്ദിയും നിങ്ങളെ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഉടനെ തന്നെ ഭൗതിക ശരീരം ആദരവ് കഴിഞ്ഞ് പുതുവേലിക്ക് കൊണ്ടുപോവുകയാണ്. ആംബുലൻസ് ഏറ്റവും മുൻവശത്തും അതിൻ്റെ പുറകിൽ അവിടെ നിന്ന വാഹനങ്ങളിൽ അനുധാവനം ചെയ്യാൻ പ്രാർത്ഥനാപൂർവം നമുക്ക് പുതുവേലിക്ക് ഈ ഒരു ശുശ്രൂഷയുടെ ഭാഗം തീരുമ്പോൾ പോകാവുന്നു.
വാഹനങ്ങൾ ആംബുലൻസിൻ്റെ പുറകെ ലൈനായി ഒന്നിച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കുക. പുതുവേലി കുരിശുപള്ളി കവലയെത്തുമ്പോൾ വാഹനങ്ങൾ യാക്കോബായ പള്ളിയുടെ കോമ്പൗണ്ടിൽ അവിടെ പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് എല്ലാവരും വന്ന് അവിടുത്തെ പ്രാർത്ഥനയിലും പങ്കെടുത്തതിന് ശേഷമേ ഇടവകയിൽ നിന്ന് വന്നവർ പോകാവൂ എന്ന് കൂടി അറിയിക്കുന്നു. വീട്ടിലെ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു 10-20 പേര് പള്ളിമുറ്റത്തേക്ക്, കൂടാരയോഗത്തിൽ നിന്നുള്ളവർ പള്ളിമുറ്റത്തേക്ക് വരണം എന്ന് കൂടി പ്രത്യേകം അറിയിക്കുന്നു. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. അല്പകാലമീ യാത്രക്കാർ നമ്മൾ പാരിൻ വീതിയിൽ ഒന്നിച്ചു. തമ്മിൽ തമ്മിൽ നാം സ്നേഹിച്ചു. സുഖദുഃഖമേതുമേ പങ്കിട്ടു. എപ്പോൾ ദൈവം വിളിച്ചാലും അങ്ങ് പോകയെന്നതല്ലേ ചിതം. ഉണർവോ നിദ്രയോ ജോലിയെന്നല്ല, എപ്പോഴായാലും പോകണം. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ. ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരേ. ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരേ. വീട്ടുവാനെനിക്കാകുമോ ആത്മഭാവമാം കടപ്പാടുകൾ. നിങ്ങളെൻ ശവമഞ്ചം പേറുക, എന്നെ ദൈവത്തിനേകുക. എൻ്റെ ജീവന്റെ ജീവനാകുന്ന മക്കളെ പോയിടട്ടെ ഞാൻ. എൻ്റെ പ്രാണന്റെ ഭാഗമായി തീർന്ന എൻ സഖിക്കുമെൻ വന്ദനം.
വിടരും മുൻപങ്ങ് വാടും പൂമൊട്ട് പോലവേ ഞാനും പോകുന്നു. യൗവനത്തിൽ ഞാൻ പോകുന്നതോർത്ത് നൊന്തു നീറേണ്ടൻ പ്രിയരേ. സ്വർഗസിയോനിൽ ഞാനിനിയൊരു സുന്ദര സൂനമാകട്ടെ. സ്വർഗതാതന്റെ നീതി ഭൂവിലെ വാസകാലം അഗ്രാഹ്യമാ. പ്രായമേറിയ കാലത്ത് വീട്ടിൽ സ്ഥാനമില്ലാതായി തീർന്നപ്പോൾ, പ്രായമേറിയ കാലത്ത് വീട്ടിൽ സ്ഥാനമില്ലാതായി തീർന്നപ്പോൾ, പൊന്നുമക്കളെ നിങ്ങൾക്കായി ഞാൻ നൊന്ത കാലമങ്ങോർമിച്ചു. പൊന്നുമക്കളെ നിങ്ങൾക്കായി ഞാൻ നൊന്ത കാലമങ്ങോർമിച്ചു. മക്കൾ പോലും മറന്നല്ലോ എന്ന് ഓർത്തു കണ്ണു തുളുമ്പിപ്പോ. സാരമില്ലെൻ്റെ മക്കൾ സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതീക്ഷ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരത്തു വലം ഭാഗേ. ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. പാവങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ജീവൻ ഉദിക്കുന്നു. പരിശുദ്ധാത്മാവിനും സ്തുതി. പുത്രനുറുഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ഇരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. കർത്താവിന്റെ കർത്ത ഞങ്ങളെ അനുഗമിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ മാറ്റുകയും ചെയ്യുമാറാകട്ടെ. മകനിയുടെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുസ്ഥിരനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മൃതരെല്ലാരും വിളങ്ങും വരമരുളേണം. മൃതരെല്ലാരും
ഫലമല്ലോ. അന്ത്യമിടാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. താവേകാലത്തിന് ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഇതോടൊന്നാൽ പാവമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ നിന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലിൻ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഏൽപ്പിച്ച കർത്താവേ, ആ ശബ്ദം മകനീയമായതിൻ്റെ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന വിധി ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോർജ് അച്ഛനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാൻ എൻ്റെ വീട്ടിലമോദമായി, പറയല്ലേ പ്രിയരേ അരുതേയെന്ന്.
തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിൻ്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. താരാട്ടുപാടുമെൻ കന്യാമാതാവും താളം പിടിക്കും മാലാഖമാരും തമ്പുരു മീട്ടും വിശുദ്ധ ഗണവും തരളിതമാക്കുമെൻ ആത്മാവിനെ. തീരാത്ത സന്തോഷമോടെ താതൻ്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. തീരാത്ത സന്തോഷമോടെ താതൻ്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥൻ്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥൻ്റെ സ്നേഹം വഴിയും വീട്ടിൽ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. എന്നെയോർത്തിനി കരയല്ലേ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, കന്യാസ്ത്രീകളെ, ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മളിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട വല്യച്ഛൻ സ്വർഗീയ കനാനിലേക്ക് യാത്രയായിരിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ പുതുവേലി സെൻറ്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയുടെ
പേരിലുള്ളതായ അനുശോചനം അറിയിക്കുകയും പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. വല്യച്ഛനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആദ്യം ഒരുപക്ഷെ രൂപപ്പെട്ടു വരുന്ന ചിത്രം പുതുവേരി സെൻറ്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയുടെ ചിത്രമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അദ്ദേഹം ഈ ഭവനത്തിൽ ജനിക്കുകയും സമീപവാസിയായി ഇവിടെ താമസിക്കുകയും ചെയ്തതായ സമയത്തും പൗരോഹിത്യ ശുശ്രൂഷയുടെ ഓരോ പടികളും കടന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല ശ്രേണികളിലും സേവനമനുഷ്ഠിക്കുകയും ചെയ്തതായ സമയത്തും ഇവിടേക്ക് വരുന്നതായ സന്ദർഭത്തിൽ ഈ ദേവാലയത്തിൻ്റെ മുറ്റത്ത് കൂടി കടന്നു വരികയും ഈ ദേവാലയത്തിൽ കടന്ന് പല സന്ദർഭങ്ങളിലും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, എനിക്ക് വ്യക്തിപരമായിട്ട് ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ടുള്ളതായ പരിചയമൊന്നുമില്ല. എങ്കിലും ഇതിനു മുമ്പ് ഇരുന്നതായ എല്ലാ വൈദികരുമായിട്ടും ബഹുമാനപ്പെട്ട അച്ഛൻ നല്ലൊരു ബന്ധം പുലർത്തിയിരുന്നു എന്നും വരുന്നതായ സന്ദർഭങ്ങളിലെല്ലാം അവരുമായിട്ട് സംസാരിക്കുകയും അച്ഛൻ്റെ ഉപദേശങ്ങളും ആത്മീയമായ നിർദ്ദേശങ്ങളും എല്ലാം അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന് കേൾക്കുകയും ചെയ്തതിൽ അതിയായി സന്തോഷിക്കുകയും ചെയ്യുന്നു. അച്ഛൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്ത ഒരു വ്യക്തിത്വമാണ്. മേൽ പറഞ്ഞതിൽ നിന്നും ഈ പള്ളിയെയും ഈ പള്ളിയിലെ ഇടവകക്കാരായ ആളുകളോടും അച്ഛൻ എത്രമാത്രം സ്നേഹവും കരുതലും ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകം പ്രസ്താവ്യമായ ഒരു കാര്യമാണ്. ഇന്ന് അച്ഛൻ നമ്മളിൽ നിന്നും യാത്ര തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും മക്കളായ നമുക്കെല്ലാവർക്കും ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. സ്വർഗീയ സൈന്യങ്ങളോട്, സ്വർഗീയ സേനകളോട്, പരിശുദ്ധ മാലാഖമാരോട് ചേർന്ന് പിതൃപുത്ര പരിശുദ്ധാത്മാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മുഖശോഭയുള്ള ഒരു പട്ടക്കാരനായിട്ട്, ഒരു പുരോഹിതനായിട്ട് ദൈവസന്നിധിയിൽ തുടർന്നും കാണപ്പെടുവാൻ സംഗതിയാകട്ടെ എന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുന്നു. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളിൽ, തുടർന്നുള്ള പ്രാർത്ഥനകളിൽ ഈ ഇടവകയെയും നമ്മൾ ഓരോരുത്തരെയും അവിടുന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബവും ബഹുമാനപ്പെട്ട അച്ഛനും ഇപ്പോഴിവിടെ താമസിക്കുന്ന ബഹുമാന്യനായ ചേട്ടനുമെല്ലാം ഞങ്ങളോട്, ഈ ഇടവകയോട്, ഈ സമീപവാസികളായി നമ്മളോട് ചെയ്യുന്നതായ എല്ലാ സ്നേഹപരമായ കാര്യങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരോടും ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന കന്യാസ്ത്രീകളോടും ബാക്കി എല്ലാ ആളുകളോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനായ അച്ഛന് പ്രാർത്ഥനാപൂർവമായ യാത്ര അയപ്പ് നൽകുകയും ചെയ്യുന്നു. അവിടുത്തെ രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ, കർത്താവിൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ അവിടുത്തെ മുമ്പിൽ മുഖശോഭയോടെ കാണപ്പെടുവാൻ വന്യനായ പുരോഹിതനും യോഗ്യതയുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഇടവകയുടെ അനുശോചനം ഒരിക്കൽ കൂടി അറിയിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും ആശ്വസിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ, എന്നെയോർത്തിനി കരയല്ലേ. ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ, ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ.
പ്രിയപ്പെട്ടവരെയും ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ്റെയും മൃതസംസ്കാര ശുശ്രൂഷയുടെ 3 ഭാഗങ്ങളിലായിട്ടാണ് നടക്കുക. ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങളോട്. ആദ്യത്തെ ഭാഗം വീട്ടിൽ വെച്ച് അഭിവന്യ പണ്ടാരശ്ശേരി പിതാവ് ഇപ്പോൾ ആ പ്രാർത്ഥന നടത്തുകയാണ്. നമുക്കെല്ലാവർക്കും ഈ ഒരു പന്തലിൻ്റെ അകത്തേക്ക് കടന്നു വന്ന് അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ച് അഭിവന്യ പിതാവിനോടൊപ്പം ആ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പന്തലിൻ്റെ പുറത്തുള്ളവർ കഴിയുന്നിടത്തോളം അകത്തേക്ക് കടന്ന് വരേണ്ടതാണ്. നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും ആമേൻ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനതിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും മഹനീയമായ ത്രിത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയെ വാഴ്ത്തുകയും ചെയ്യുന്നു. അലംഘ്യമായ അങ്ങയുടെ കൽപ്പനയനുസരിച്ച് ഞങ്ങളിൽ നിന്ന് വേർപെട്ട് പോയിരിക്കുന്ന ഈ സഹോദരൻ്റെ ആത്മാവിനെ നിത്യാനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സന്തോഷപൂർവ്വം അങ്ങയെ അനുഗമിക്കുകയും പരിശുദ്ധമായ അങ്ങയുടെ മുന്തിരിത്തോട്ടത്തിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുകയും ചെയ്ത വിനീതദാസനെ അങ്ങയുടെ സന്തോഷത്തിൽ പങ്കാളിയാക്കണമേ. ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും ആമേൻ. അങ്ങയുടെ ശക്തിയാലും സഹായത്തിലും രാജാവ് ആനന്ദം കൊള്ളുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. അങ്ങയുടെ ശക്തിയിലും സഹായത്തിലും രാജാവ് ആനന്ദം കൊള്ളുന്നു. അദ്ദേഹത്തിന്റെ അഭിലാഷം പൂർത്തിയാക്കി അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയെന്ന് നിരസിച്ചില്ല. അങ്ങ് അദ്ദേഹത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും കീർത്തിയുടെ കിരീടമണിയിക്കുകയും ചെയ്തു. അദ്ദേഹം അങ്ങയോട് ജീവൻ ചോദിച്ചു, അങ്ങ് അദ്ദേഹത്തിന് നിത്യായുസ്സ് നൽകി. അങ്ങയുടെ സഹായത്താൽ അദ്ദേഹത്തിന്റെ മഹത്വം വർദ്ധിച്ചു. ശ്രേയസ്സും പ്രതാപവും അദ്ദേഹത്തെ അങ്ങ് അണിയിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അങ്ങയുടെ ശക്തിയിലും സഹായത്തിലും രാജാവ് ആനന്ദം കൊള്ളുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നീ നിന്നോടുകൂടെ പർദീസായിൽ പ്രവേശിക്കുമെന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ നീതി നടത്തപ്പെടുന്ന ഭീതിജനകമായ വിധി ദിവസത്തിൽ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. ദ്രുപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു.
മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വസ്തനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. ചിറക് വിടർത്തിയവരെ സ്വീകരിക്കുന്നു, അമ്പരവീഥിയിൽ അഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയായി എതിരേൽപ്പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. ഇന്നു മുതൽ എന്നേക്കും നിത്യോന്നതമാം സായുജ്യം പുൽകുന്നതിനായി ആത്മാവും നിൻവിളി കേട്ടു ശരീരത്തെ വിട്ടുപിരിഞ്ഞു തിരിക്കുന്നു. മാനവഗണമാദിനവും അക്ഷരരായി കഴിയുന്നു. അവൻ എനിക്ക് കൈപ്പുള്ള ഭക്ഷണം തന്നു, പറുദീസായിൽ കനി നീട്ടി. വൃക്ഷം മർത്യന് മൃതിയേകി, ഗാഗുൽത്തായിൽ കൈനീട്ടി. കുരിശാമർത്യനുയർപ്പേകി, മിശിഹാനാഥൻ മരണത്താൽ മരണത്തിന്മേൽ ജയമാർന്നു. ദൈവമേ, ഞങ്ങൾ തെളിവായി കേട്ടു നിന്നുടെ നീതി. വിശുദ്ധന്മാർ ആനന്ദത്തിൻ പൂന്തേനും ദുഷ്ടജനത്തിനു പീഡകളും നൽകി ഞങ്ങളിതറിയുന്നു. നാഥ, ഞങ്ങളുടെ മൃതരെല്ലാം നുകരാവോ നിൻ കൃപയെന്നും. അവയെല്ലാം നശ്വരങ്ങളാകുന്നു, ലോകവും അതിനുടെ ആശകളും നിശൂന്യതയിൽ താഴുന്നു. സത്യം നീതിയും എന്നെന്നും ലയമില്ലാതെ വിളങ്ങിയിടും. നിലനിൽക്കുന്നു സകലേശൻ നൽകുന്നൊരു നിത്യായുസ്സും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മനുഷ്യവർഗത്തിൻ്റെ സൃഷ്ടാവും സകലത്തിൻ്റെയും നാഥനുമായ ദൈവമേ, അങ്ങയുടെ തിരുനാമം സ്വർഗത്തിലും ഭൂമിയിലും നിരന്തരം പ്രകീർത്തിക്കപ്പെടട്ടെ. ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ദാസനെ കടാക്ഷിക്കണമേ. പാവങ്ങൾക്ക് മാപ്പ് കൊടുത്ത് വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കണമേ.
ജീവന്റെ മരണത്തിലെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. വത്സല ജനമേ സോദരരെ ഞാൻ പോകുന്നമ്പരവീഥിയിലുന്നത ജീവൻ പുൽകാൻ പോകുന്നു ഞാൻ. വത്സല ജനമേ സോദരരെ ഞാൻ പോകുന്നമ്പരവീഥിയിലുന്നത ജീവൻ പുൽകാൻ പോകുന്നു ഞാൻ. ധനമിന്നെന്തിനു തേടുന്നു നാം, ധനവും സുഖവും മൃതിയുടെ കുഴിയിൽ താണടിയുന്നു, കൂടെ വരില്ല. വത്സല ജനമേ സോദരരെ ഞാൻ പോകുന്നമ്പരവീഥിയിലുന്നത ജീവൻ പുൽകാൻ പോകുന്നു ഞാൻ. അഴകിന്നെന്തിനു തേടുന്നു നാം, മണ്ണിലടിഞ്ഞത് കടശീലൊടുപിടി മണ്ണായി തീരും, കൂടെ വരില്ല. വത്സല ജനമേ സോദരരെ ഞാൻ പോകുന്നമ്പരവീഥിയിലുന്നത ജീവൻ പുൽകാൻ പോകുന്നു ഞാൻ. ഈശോയിൽ സ്നേഹമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഇപ്പോൾ ആവർത്തിച്ച ഗാനം വത്സല ജനമേ സോദരരെ ഞാൻ പോകുന്നമ്പരവീഥിയിലുന്നത ജീവൻ പുൽകാൻ പോകുന്നു ഞാൻ. ഇന്ന് ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത് നമ്മളിൽ നിന്ന് വേർപെട്ടുപോയ വണ്ടന്നൂർ ബഹുമാനപ്പെട്ട ജോർജത്തിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയുടെ ഈ കുടുംബത്തിലെ തിരുക്രമങ്ങൾ ഇവിടെ സമാപിക്കുമ്പോൾ അദ്ദേഹം മൗനമായി നമ്മളോട് പറയുന്നു, എനിക്ക് ജന്മം നൽകിയ എൻ്റെ പ്രിയപ്പെട്ട ഈ ഭവനത്തോട്, എൻ്റെ സഹോദരങ്ങളോട്, എന്നെ വളർത്തി വലുതാക്കി പൗരോഹിത്യ ജീവിതത്തിലേക്ക് ആനയിച്ചവരോട്, എനിക്ക് തിരുപ്പട്ടം നൽകിയ പിതാക്കന്മാരെ അനുസ്മരിച്ചുകൊണ്ട് വൈദിക സഹോദരങ്ങളോട് യാത്ര പറഞ്ഞ് ഞാൻ സേവനം ചെയ്ത ഇടവകകളിൽ ഞാൻ ബലിയർപ്പിച്ച കൂദാശകൾ നൽകിയ ആളുകളോട് യാത്ര പറഞ്ഞ് എന്തിനു വേണ്ടിയാണോ ഈ ലോകത്തിലേക്ക് ഞാൻ നിയോഗിക്കപ്പെട്ടത്, ആ പൗരോഹിത്യ ജീവിതമെന്ന വലിയ ദൈവവിളിയിലൂടെ ജീവിച്ച് 90 വയസ്സ് കാലത്തോളം ജീവിക്കാൻ ദൈവം അനുവദിച്ചിട്ട് ഞാനിതാ നിങ്ങളിൽ നിന്ന് യാത്രയാവുകയാണ്. കോട്ടയം അതിരൂപതയിലെ പല ഇടവകളിലും സേവനം ചെയ്ത് തന്നാലാവുന്ന കാര്യങ്ങളൊക്കെയും ആ പ്രദേശത്തിന് വേണ്ടി, ആ ഇടവകയ്ക്ക് വേണ്ടി നിർവഹിച്ച് ജോർജ് അച്ഛൻ വിയാനി ഹോമിയിൽ വിശ്രമ ജീവിതം നയിച്ച് ഈ 90-ാമത്തെ വയസ്സിൽ നമ്മളിൽ നിന്ന് വേർപെട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കണമേ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിലൂടെ ദൈവം വിവിധ സ്ഥലങ്ങളിൽ ആളുകൾക്ക് പലതരത്തിലുള്ള സഹായങ്ങൾ, ശുശ്രൂഷകൾ ലഭ്യമാക്കാൻ ഇടവന്നിട്ടുണ്ട്. നമുക്കെല്ലാം ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർക്കാം. ഓരോ വ്യക്തിയും അയക്കപ്പെടുന്നത് ഒരു പ്രത്യേകമായ നിയോഗം ദൈവഹിതപ്രകാരം ഈ ഭൂമിയിൽ നിർവഹിക്കാനാണ്. ഒരാൾ ചെയ്യുന്നത് പോലെയല്ല മറ്റൊരാൾ ചെയ്യേണ്ടത്. മറിച്ച് ഓരോരുത്തർക്കും ദൈവം നൽകിയ ആ കഴിവുകളും താലന്തുകളും ദൈവവിളിയും ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തിനും
മനുഷ്യരുടെ നന്മയ്ക്കുമായി ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ അനേകം പേർക്ക് സഹായം, ശുശ്രൂഷകൾ, സ്നേഹം, തന്നാലാവുന്ന കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മണ്ടന്നൂർ കുടുംബാംഗങ്ങൾക്കുള്ള അനുശോചനവും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. നല്ലവനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അദ്ദേഹം യാത്രയാകുമ്പോൾ നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ തിരുക്കർമ്മങ്ങളിലും പ്രാർത്ഥനകളിലും നമുക്ക് അദ്ദേഹത്തെ അനുഗമിക്കാം. അങ്ങനെ നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനയിൽ ഒന്നുചേരുക, സ്നേഹം പ്രകടിപ്പിക്കുക, സാഹോദര്യത്തിൽ നിലനിൽക്കുക. ഈ മരണാനന്തര ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ മരണത്തെക്കുറിച്ചാണ്. നമ്മളും ഇതുപോലെ മരണത്തിലൂടെ കടന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാവേണ്ടവരാണ്. അതുകൊണ്ട് ഈ ലോക ജീവിതം എന്ന് പറയുന്ന ഹ്രസ്വമായ സമയം, ദീർഘമായ സമയം, ഏത് സമയത്തും എപ്പോഴും മരണം വരാമല്ലോ. ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ നിത്യമായി ജീവിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തത് മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം എന്നുള്ളതാണ്. ദൈവത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണ്ണമാകുന്നത്, ധന്യമാകുന്നത്. ആ ഒരു യാത്രയാണ് ഈ ലോക ജീവിതത്തിൽ നമ്മൾ നടത്തുന്നത്. അങ്ങനെ നമുക്കെല്ലാവർക്കും സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്ര സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം നമുക്ക് തുടരാം. ദൈവത്തിലേക്ക് എത്തുന്നത് വരെയുള്ള അധ്വാനമുണ്ട്, വിശ്വാസ ജീവിതമുണ്ട്, വിശ്വസ്തതയുണ്ട്. അതെല്ലാം ദൈവഹിത പ്രകാരം നമുക്ക് നിർവഹിക്കാം. അതോടൊപ്പം ജോർജ് അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രമാണങ്ങൾ എൻ്റെ പ്രകാശമാകുന്നു, പാവനവേദികമേലേറിയ ദീപമിതാ കാനനമാരുതനിൽ മങ്ങിയണഞ്ഞല്ലോ. എല്ലാവരും നിന്നെ അനുസ്മരിക്കും, തിരുസഭ ദുഃഖിതയാ മിഴിനീർ തൂകുന്നു, തനയരും ഉൾക്കടമാ വിതയിൽ താഴുന്നു. ഭൂമിയിലവർ വിലപിക്കുന്നു, നിർമ്മല ബലിപീഠം വന്ദനമരുളുന്നു, സന്താപാകുലയായി നീറിക്കരയുന്നു. ദൈവം തന്റെ വാഗ്ദാനം നിറവേറ്റും, പോകുക വന്യഗുരു, പോകുക മോദമോടെ, നിത്യവിരാജിതമാ ജയമൊടി ചൂടിടുവാ. നീയേറ്റം ഭാഗ്യവാനാകുന്നു, ജീവിതതരഭൂവിൽ പൊരുതി ജയിച്ചവനേ, വിജയകിരീടമതാ മുന്നിൽ വിളങ്ങുന്നു. തൃക്കൈ നീട്ടി എന്നെ രക്ഷിക്കണമേ നാഥ, പാപികളെ തേടി വരുന്നവനേ, ദുഃഖിത മാനസരിൽ ശാന്തി വിതയ്ക്കണമേ. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ, അന്തിമ ദിവസത്തിൻ കാഹളമുയരുമ്പോൾ കനിവോടു ഞങ്ങളെ നീ തൃക്കൺ പാർക്കണമേ. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു, കടശയിൽ അഖിലേശ പാപികൾ ഞങ്ങളെ നീ മാരക ഭീകരമാ ഇരുളിൽ തള്ളരുതേ. അങ്ങയുടെ വത്സലദാസന്മാർ സർവരുമുന്നതമാം വാനവലോകത്തിൻ
മണവട ചേർന്നിടുവാൻ ആശയുണരുന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ, മോഹനവാനിടമേ, വാതിൽ തുറക്കുക നീ, കാഞ്ചന കാന്തിയോടെ മാനവരണയുന്നു. വീട്ടിലെ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് കാർമ്മികനായി പ്രാർത്ഥിക്കുകയും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അച്ഛനെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ് ബഹുമാനപ്പെട്ട പണ്ടാരശ്ശേരിയിൽ പിതാവ് മെത്രാന് എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെ പേരിലുള്ള നന്ദിയും പ്രാർത്ഥനയും അറിയിക്കുന്നു. ഉടനെ തന്നെ നമ്മൾ ജോർജ് അച്ഛൻ്റെ ഭൗതിക ശരീരം ഇടവക ദൈവാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അച്ഛന് ജനിച്ച് വളർന്ന പ്രദേശമാണിത്. ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ച് സ്വർഗപിതാവിൻ്റെ കരങ്ങളിലേക്ക് പോകുന്ന ഈ യാത്രയിൽ നമുക്കെല്ലാവർക്കും ഭക്തിയാദരപൂർവ്വം പങ്കുചേരാം. ആംബുലൻസിൽ ഭൗതിക ശരീരം കയറ്റി വെക്കുവാനുള്ള ക്രമീകരണം ചെയ്യുക. ബാക്കി എല്ലാവരും പന്തലിൻ്റെ പുറത്തേക്കിറങ്ങി ലൈനായി ദൈവാലയത്തിലേക്ക് നടന്നാണ് പോവുക. ഇപ്പോൾ മഴ ശമിച്ചിട്ടുണ്ട്, ബാൻഡ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഗായക സംഘം പോകുന്ന വഴിയിൽ പാടുന്നില്ല. നമുക്കെല്ലാവർക്കും ഭക്തിയോടുകൂടെ അച്ഛന് ഈ വീട്ടിൽ നിന്ന്, ഈ നാട്ടിൽ നിന്ന് സ്നേഹോഷ്മളമായ യാത്ര അയപ്പ് നൽകി പ്രാർത്ഥിക്കും. സാവകാശം ഇറങ്ങുന്ന ആളുകൾക്ക് ടൈം 11 മണിയാണ് വീട്ടിൽ നിന്ന് പോവുക. സമയമായി പള്ളിയിലേക്ക്.
ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും പോൽ മാലാഖമാരെന്നെ എതിരേൽക്കുവാനണയും ഈ ചിന്തകളാൽ കണ്ണീരാറ്റിടുവിൻ എൻ സ്നേഹം നിങ്ങൾ തൻ കൂടെ വസിക്കും പ്രിയരേ. ഇല്ലൊന്നും കൂടെയെടുപ്പതിനാ നാം ചെയ്യും നന്മകളല്ലാതെ പൊന്നും പണവും വെറുതെയല്ലോ സ്വർഗീയ വീട്ടിൽ ഓർക്കുക എൻ പ്രിയരേ, ഈ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും പോൽ എൻ പേർക്കായി ക്രൂശിതനായവനേ, എന്നരുതേ എന്നുടെ തിന്മകളെ അറിവോടെയും അറിവില്ലാതെയുമായി അനവധി പിഴ ചെയ്തു. തള്ളരുതെന്നെ നീ, ഈ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും പോൽ മാലാഖമാരെന്നെ എതിരേൽക്കുവാനണയും ഈ ചിന്തകളാൽ കണ്ണീരാറ്റിടുവിൻ എൻ സ്നേഹം നിങ്ങൾ തൻ കൂടെ വസിക്കും പ്രിയരേ.
രാജ്യം ഒന്നുണ്ടതിൽ വാനശോഭ നിത്യം സായാഹ്നം അങ്ങുണ്ടാകില്ല അതിൻ സൂര്യൻ യേശു ക്രൂശിനെ വഹിക്കില്ല കിരീടം ധരിക്കും സൊല്ലോകേ നാം പാർക്കുമ്പോൾ ഭാഗ്യരാജ്യത്തിൽ നിത്യം ആഴിക്കക്കരെ സമാധാന നാട്ടിൽ വൻകാറ്റെല്ലാം അടങ്ങുന്നു അങ്ങു വേണം നീതി ക്രൂശിനെ വഹിക്കില്ല കിരീടം ധരിക്കും സൊല്ലോകേ നാം പാർക്കുമ്പോൾ ഭാഗ്യരാജ്യത്തിൽ നിത്യം വീടും ഒന്നുണ്ട് സ്വർഗീയ മന്ദിരം ഈഹേ നാം സ്നേഹിച്ചോർ നമ്മെ എതിരേൽക്കും അതിൽ ക്രൂശിനെ വഹിക്കില്ല കിരീടം ധരിക്കും സൊല്ലോകേ നാം പാർക്കുമ്പോൾ ഭാഗ്യരാജ്യത്തിൽ നിത്യം വേഗം മറയുമീ ലോകം വിട്ടു ഭാഗ്യലോകേ മിന്നും സൈന്യത്തെ ചേർന്നിടാൻ നാം വാഞ്ചിക്കുന്നെന്നും ക്രൂശിനെ വഹിക്കില്ല കിരീടം ധരിക്കും സൊല്ലോകേ നാം പാർക്കുമ്പോൾ ഭാഗ്യരാജ്യത്തിൽ നിത്യം
പ്രിയരെയോർത്ത് കരയും നേരം മാനസമിരുളി താഴരുതേ. പ്രിയരെയോർത്ത് കരയും നേരം മാനസമിരുളി താഴരുതേ. കാൽവരി മേലെ സ്വയബലിയായോൻ നിറയും മിഴിനീർ നീക്കിയിടും. കാൽവരി മേലെ സ്വയബലിയായോൻ നിറയും മിഴിനീർ നീക്കിയിടും. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. ഊഴിയായ ദേഹവും മായയാർന്ന ലോകവും വേർപിരിഞ്ഞു പോയിടുന്നു നിത്യമന്ദിരത്തിൽ ഞാൻ. അല്ലൽ തെല്ലുമേശിടാത്ത ക്ലേശമേതുമേറ്റിടാത്ത ശാന്തി ഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ. വിശുദ്ധരൊത്തു വാഴുവാൻ ഈശനെ പുകഴ്ത്തുവാൻ ദൈവദൂതരൊത്തു നിത്യ ത്രിത്വഗീതി പാടുവാൻ. ധന്യമായി ജീവിതം പോൽ കാമ്യമായതൊന്നുമേ ഇല്ല മന്നിലെന്നു നിങ്ങൾ എന്നുമേ സ്മരിക്കണേ. ശക്തിയോ പ്രതാപമോ വിദ്യയോ സമൃദ്ധിയോ നൽകിയില്ല
നീക്കി ലോകരെ ദാനമേകി ധന്യജീവിതം സദാ നയിക്കുവിൻ. തമ്പുരാന്റെ മുൻപിൽ ഞാൻ ഇമ്പമാർന്നു നിങ്ങളെ ഓർത്തിടാം സദാപി നിങ്ങൾ എന്നെയും സ്മരിക്കണേ. സ്നേഹം